2025 ഒരു ഓവർ ഹൈപ്പഡ് പടമായിട്ടാണ് പേഴ്സണലി എനിക്ക് ഹൃദയപൂർവ്വം ഫീൽ ചെയ്തത്. സത്യൻ അന്തിക്കാടിൻ്റെ സംവിധാനത്തിൽ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും കൂതറപ്പടം. ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് മോഹൻലാൽ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്നതായിട്ടാണ് ആദ്യം സിനിമ തുടങ്ങുമ്പോൾ നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ഹൃദയം ഡൊണേറ്റ് ചെയ്യുന്നത് പൂനെയിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അയാളുടെ മകൾ ലാലേട്ടനെ അവിടത്തേക്ക് പൂനെയിലേക്ക് ക്ഷണിക്കുന്നു, അവളുടെ എൻഗേജ്മെൻറ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലാലേട്ടനും സംഗീതും പൂനെയിലേക്ക് പോകുന്നതും അവിടെയുള്ള സംഗതി വികാസങ്ങളാണ് കഥ പറയുന്നത്. അപ്പോൾ ഇതിൽ ലാലു അലക്സിൻ്റെ ഒരു വെറുപ്പി ക്യാരക്ടർ ഉണ്ട്. എന്തൊരു വെറുപ്പിക്കലാണ് അയാൾ. അദ്ദേഹം ലാലേട്ടന് ഹൃദയം ദാനം ചെയ്ത അയാളുടെ സുഹൃത്താണ് ഈ ലാലു അലക്സ്. അപ്പോൾ അയാൾ എപ്പോഴും ചോദിക്കും ലാലേട്ടനോട്, ഈ മരിക്കുന്നതിന് മുമ്പ് ഈ വ്യക്തിക്ക് എന്നോടൊരു ഒരു ദേഷ്യം ഉണ്ടായിരുന്നു, അതിന് കാരണം എന്താണെന്ന് അറിയാമെന്ന്. കാരണം ലാലേട്ടൻ്റെ അദ്ദേഹത്തിൻ്റെ ഹൃദയമാണല്ലോ ലാലേട്ടനിപ്പോൾ ഉള്ളത്. അപ്പോൾ അത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യമല്ല, കുറേ പ്രാവശ്യം സെക്കൻഡ് ഹാഫിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വെറുപ്പിച്ച് ആ ക്യാരക്ടർ അങ്ങ് പോവും. പിന്നെ എനിക്ക് ഇതിൽ വളരെ ഒരു ഇതായിട്ട് തോന്നിയത് എന്ന് വെച്ചാൽ ഈ ലാലേട്ടൻ്റെ തൻ്റെ അച്ഛൻ്റെ ഹൃദയമാണല്ലോ ഇപ്പോൾ ലാലേട്ടനുള്ളത്. അപ്പോൾ ലാലേട്ടനോട് ഈ കുട്ടിക്കൊരു പ്രത്യേക ഭയങ്കര ഇഷ്ടമൊക്കെ തോന്നും. ഒരു അച്ഛനെന്ന നിലയിലാണ് ഈ കുട്ടി ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നത്, കെയറിങ്ങും കാര്യങ്ങളെല്ലാം. പക്ഷേ ലാലേട്ടന് ഇവളോട് പ്രണയം തോന്നും. അതായത് ഒരു പെൺകുട്ടിക്ക് അച്ഛനായി കണ്ട ഒരു പെൺകുട്ടിയോട് ലാലേട്ടന് പ്രണയം. എന്തെന്നാ പറയുക ഇതിനൊക്കെ. ഇങ്ങനെയാണ് ഈ കഥയുടെ ഒരു പടച്ചുവിടൽ എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ ഈ കുട്ടിയുടെ അമ്മക്കും ലാലേട്ടനോട് ഇഷ്ടമുണ്ട് കേട്ടോ. പക്ഷേ ഈ മുതുക്കന് എന്ന് വെച്ചാൽ ഈ മകളെ മതി, അമ്മയെ വേണ്ട, അമ്മയ്ക്ക് വയസ്സായല്ലോ, അങ്ങനെ ഒരു ഇത് എന്തെന്നാ പറയുക. അപ്പോൾ പിന്നെ അതിന് ശേഷം എനിക്ക് വളരെ വെറുപ്പിക്കലായി തോന്നിയത്, ഇതിൽ ഈ മകൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടുകൊണ്ട് ആദ്യം ഈ ലാലേട്ടനോട് പറയും, എൻ്റെ അച്ഛനുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പോസിറ്റീവായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ അത് ഫസ്റ്റ് ഹാഫിലൊക്കെ ഓക്കെ, അച്ഛൻ മരണപ്പെട്ട ഒരു കുട്ടിയുടെ ഒരു ഇതായിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഇതുപോലെ എൻ്റെ ഡാഡി അതുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ഡാഡി മാങ്ങയാണ്